നമസ്കാരം സനോജി. നമസ്കാരം. നമ്മുടെ സുകുമാരക്കുറുപ്പിനെ വീണ്ടും പിടിക്കാൻ രമേശ് ചെന്നിത്തല തീരുമാനിച്ചിരിക്കുകയാണ് എന്നാണ് മാധ്യമങ്ങൾ പറയുന്നത്. അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായി ചുമതലയേറ്റതിനു ശേഷം ഈ കുറ്റാന്വേഷണ വിഭാഗത്തിന് ഒരു നവീകരണവും ഒരു ഉണർവും ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഫയൽ തുറക്കുന്നത് എന്നാണ് പറയുന്നത്. തന്നെയുമല്ല, ഈ സുകുമാരക്കുറുപ്പിനെ അവസാനമായി 80കളിൽ വെച്ച് ഹൈദരാബാദിൽ കണ്ടു എന്ന് പറയുന്നൊരു റിട്ടയർഡ് നേഴ്സ് രത്നമ്മ ഇപ്പോൾ സർവീസിൽ നിന്ന് വിരമിച്ച് ഹരിപ്പാട് തിരികെ എത്തിയിട്ടുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ കേസ് ഫയൽ വീണ്ടും ഓപ്പൺ ചെയ്യുന്നത്. എന്ത് തോന്നുന്നു? അല്ല, വളരെ സങ്കീർണമായ ഒരു കേസാണ്. കാര്യം 42 വർഷങ്ങൾക്ക് മുമ്പ്, 4 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്ന ഒരു വലിയ ക്രൈം, കേരളത്തെ നടുക്കിയ വലിയൊരു ക്രൈം. ആ ക്രൈമിൻ്റെ പ്രധാന പ്രതി സുകുമാരക്കുറുപ്പ് ഇപ്പോഴും പിടികിട്ടിയിട്ടില്ല. അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടോ എന്നതിന് തെളിവുകളില്ല. ഈ ഒരു ഘട്ടത്തിലാണ് വീണ്ടും ഈ ഒരു കേസ് വീണ്ടും റീഓപ്പൺ ചെയ്യുന്നതെന്നുള്ളതാണ് ഇതിലെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഈ 42 വർഷത്തിനിടയിൽ ഒട്ടനവധി ഈ മേഖലകളിലൂടെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു വിഷയം കൂടിയാണിത്. ഈ പറഞ്ഞ കേരളത്തിൻ്റെ ലോ ആൻഡ് ഓർഡർ, ഈ പറഞ്ഞ പോലീസ് വിഭാഗം, ക്രൈം സെക്ഷൻ, നിയമ സംവിധാനങ്ങൾ, എന്തിന് നമ്മുടെ സിനിമകളിൽ പോലും വലിയ പ്രതിപാദ്യം ഉണ്ടായ വിഷയമാണ് ഈ സുകുമാരക്കുറുപ്പ്. കേരള പോലീസിൻ്റെ മുഖത്ത് ഏറ്റ വലിയൊരു അടിയായിരുന്നു ഈ ഒരു കേസ്. കാര്യം ഇത് തെളിയിക്കാൻ പറ്റിയില്ല എന്നുള്ള കാര്യം. വളരെ പ്രഗത്ഭന്മാരായ ഒട്ടനവധി പോലീസ് ഓഫീസേഴ്സാണ് ഈ കേസ് ആദ്യഘട്ടത്തിൽ അന്വേഷിച്ചത്. അതിൻ്റെ തുടരന്വേഷണത്തിലും അത്തരത്തിലുള്ള ആൾ വന്നു. അന്ന് ഈ കേസ് അന്വേഷിച്ച പലരും ഇന്ന് ജീവിച്ചിരിപ്പില്ല. അതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ഈ 4 പതിറ്റാണ്ടിനിപ്പുറം വീണ്ടും ഈ ഒരു അന്വേഷണം റീ ഓപ്പൺ ചെയ്യുമ്പോൾ വലിയൊരു സങ്കീർണതയാണ്. മാത്രമല്ല, ഇത് ഏതെങ്കിലും ഒരു ഘട്ടത്തിലേക്ക് തെളിയിക്കപ്പെടുകയാണെങ്കിൽ അത് കേരള പോലീസിൻ്റെ ചരിത്രത്തിലെ ഒരു പൊൻതൂവൽ കൂടിയാകും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. എന്തായാലും മനോജ്, ഈ കേസ് ഇങ്ങനെ റീ ഓപ്പൺ ചെയ്യുമ്പോൾ എങ്ങനെ, എവിടെ നിന്ന് എന്നുള്ളതൊക്കെ വലിയ ചോദ്യചിഹ്നമാണ് ഇല്ലേ? ഇപ്പം നമ്മൾ സിനിമകളിലൊക്കെ കാണാറുണ്ട്, വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ചില കാര്യങ്ങൾ വീണ്ടും ഒരു അന്വേഷിക്കാനായിട്ട് ഉദ്യോഗസ്ഥർ. നമ്മൾ സിനിമകളിൽ അതിനൊരു സിനിമാറ്റിക് സ്വഭാവമുണ്ട്, പക്ഷേ റിയാലിറ്റിയിൽ അങ്ങനെയല്ല. ഇത് എന്തായാലും ഇതിൽ ഫേസ് ചെയ്യേണ്ട വരുന്ന ഒട്ടനവധി പ്രതിബന്ധങ്ങൾ ഈ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിലുണ്ടാകും. പിന്നെ എന്ത് കണ്ടിട്ടാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഉയരുന്ന ഒരു ചോദ്യം. ഈ അടുത്ത കാലത്ത് ഇടുക്കിയിൽ നിന്നും 40 വർഷം മുമ്പ് നടന്ന ഒരു കൊലപാതകം ഇപ്പോൾ വീണ്ടും തെളിയിക്കാൻ കേരള പോലീസിന് കഴിഞ്ഞു. ഒരുപക്ഷെ അതിൻ്റെ പിൻബലത്തിലാകണം ഇത്തരത്തിൽ ഇങ്ങനെ ചരം മൂടിക്കിടക്കുന്ന ഒരു കേസ് ഇന്നും കേരള പോലീസിൻ്റെ ഒരു തീരാത്ത കളങ്കമായി കിടക്കുന്ന ഒരു കേസ് കൂടിയാണ്. അപ്പോൾ ഇത് ഏതെങ്കിലും രീതിയിൽ ഇതിന് ഇപ്പോൾ സുകുമാരക്കുറുപ്പ് മരിച്ചു എന്ന് പോലും കണ്ടെത്തിയാൽ അത് ഒരു വലിയ മാറ്റം തന്നെയാവും ഈ കേസിൽ. അതെ, അപ്പോൾ അത് തന്നെയാണ് പോലീസിനെ ഈ ഒരു കേസിലേക്ക് കൊണ്ടുപോകുന്നത്. എന്തായാലും ഈ പറഞ്ഞതുപോലെ 1984 നടന്ന സംഭവമാണ് അല്ലേ? അതെ, 42 കേരളത്തെ പിടിച്ചു ഉലച്ച സംഭവം തന്നെയുമല്ല. പിടികിട്ടാപ്പുള്ളി എന്ന വാക്ക് മലയാളിക്ക് ചിരപരിചിതമായത് ഇദ്ദേഹത്തിലൂടെ. മാത്രമല്ല, സുകുമാരക്കുറുപ്പിനെ എന്നുള്ളത് ഒരു ഫ്രൈസായി മാറി. സുകുമാരക്കുറുപ്പോ പിടിക്കപ്പെടാതിരിക്കാൻ സുകുമാരക്കുറുപ്പുള്ള രീതിയിലൊക്കെ സംസാരിക്കാൻ. പക്ഷേ ഇതിന്റെ ഒരു മറുവശം എന്ന് പറയുന്നത്, ഇപ്പോൾ പറയുന്നത് IG അജിതാ ബീഗം നേരിട്ടാണ് ഇതിന്റെ ചുമതല വഹിക്കുന്നതെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഇന്റർപോൾ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര ഏജൻസികളുമായി ഒരു ബന്ധം പുലർത്തി അല്ലെങ്കിൽ അവരുടെ സഹായമൊക്കെ തേടിയാണ് ഈ അന്വേഷണം പോകുന്നത്. എൻ്റെ ഒരു ചോദ്യം, ഇദ്ദേഹത്തിന് ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ 82 വയസ്സാകണം. കാരണം ആ കാലഘട്ടത്തിൽ സുകുമാരക്കുറുപ്പിന് വയസ്സ് 40ആണ്. 82 വയസ്സായ ഒരു മനുഷ്യൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അദ്ദേഹത്തെ പിടിച്ചാൽ നല്ലത്. പക്ഷെ ഒരു 10-15 വർഷങ്ങൾക്ക് മുമ്പ് ഇദ്ദേഹത്തിൻ്റെ മരണം അജ്ഞാതമായ സാഹചര്യങ്ങളിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇത് വീണ്ടും ഒരു അഴിയാക്കുരുക്കായി ഇങ്ങനെ പോവുകയും ഈ അന്വേഷണം എന്നുള്ള പേരിൽ സമയം പാഴാക്കുകയും ചെയ്യുന്നു. സമയം മാത്രമല്ല, സാമ്പത്തികവും സർക്കാർ ഖജനാവിൽ നിന്നുള്ള പണമാണല്ലോ തീർച്ചയായിട്ടും. പിന്നെ ഇന്റർപോളുമായിട്ടൊക്കെ ബന്ധപ്പെടുക എന്ന് പറയുന്നത് അത്ര നിസ്സാരമായിട്ടുള്ള. പിന്നെ ഇതിനകത്ത് സാങ്കേതികമായി പോലീസിന് ഒട്ടനവധി സഹായങ്ങൾ പഴയ കാലത്ത് നിന്നും കൂടുതൽ ഇപ്പോൾ ലഭ്യമാണ്. തീർച്ചയായും. പക്ഷേ ഇന്നാണ് ഈ കാലഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നെങ്കിൽ ഒരുപക്ഷെ പോലീസിന് ഇതിനു മുമ്പേ പ്രതിയെ പിടികൂടാമായിരുന്നു. തൊട്ടടുത്ത 1 കിലോമീറ്റർ ചുറ്റളവിലെ CCTV മാത്രം. അന്ന് ശരിക്കും പറഞ്ഞാൽ ഈ ക്രൈമിന്റെ ഒരു സ്വഭാവം നോക്കുകയാണെങ്കിൽ കൂടി കേരളത്തിൽ അന്നൊരു പുതുമയുള്ള ഒരു ക്രൈമായിരുന്നു അല്ലെ? ഒരാളിനെ ചുമ്മാ അടിച്ചു കൊല്ലുന്നത് പോലെ ഒന്നുമല്ല. ഇത് ഇൻഷുറൻസ് തുക തട്ടിയെടുക്കുന്നതിന് വേണ്ടി സുകുമാരക്കുറുപ്പ് മരിച്ചു എന്ന് വരുത്തി തീർക്കാൻ ഇത് മാസങ്ങൾ നീണ്ട റിസർച്ച് അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ പോലെ സാദൃശ്യമുള്ള ഒരാൾ, അതേ പൊക്കവും വണ്ണവും ഒക്കെ ഉള്ള ഒരാൾ, ഫിലിം റെപ്രസെന്റേറ്റീവായ ചാക്കോയെ ഫോക്കസ് ചെയ്യുന്നു. ചാക്കോയെ ശരിക്കും പറഞ്ഞാൽ ഒരു മോണിറ്ററിംഗിലാക്കുന്നു, ചാക്കോയുടെ പോക്കുവരവുകൾ നിരീക്ഷിക്കുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിലൊരു കൊലപാതകം
വളരെ ആസൂത്രിതമായി നടപ്പാക്കുന്നത്. അന്ന് ഈ കേസിൽപ്പെട്ട മറ്റ് 2 പ്രതികൾക്ക് ജീവപര്യന്തം ശിക്ഷ കിട്ടി. ഒന്ന് അദ്ദേഹത്തിന്റെ ഭാര്യ സഹോദരൻ ഭാസ്കരപിള്ള, രണ്ടാമത്തെ ആളുടെ പേര് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നില്ല. അതെ, 2 പേരുണ്ട്. മാത്രമല്ല ഈ അതിൽ ഉൾപ്പെട്ട 2 സ്ത്രീ അവരെ സ്ത്രീകൾക്ക് അവർക്ക് ഈ ശിക്ഷയിൽ ഇളവ് കൊടുക്കുകയും ചെയ്തു. സുകുമാരക്കുറുപ്പാണ് കേസിലെ 1-ാം പ്രതി. പക്ഷെ അദ്ദേഹത്തെ ഇതുവരെ പിടികൂടാനായില്ല എന്നുള്ളതാണ്. അന്വേഷണം ഒരു ശരിയായ രീതിയിലായിരുന്നു എന്നുള്ളത്. കാരണം ഇതിന്റെ ഒരു തെളിവ് ലഭിക്കുന്നത് ഈ ഭാസ്കരപിള്ളയുടെ കയ്യിലേറ്റ പൊള്ളൽപ്പാടിൽ നിന്നാണ് പോലീസ് ഈ അന്വേഷണം സുകുമാരക്കുറുപ്പിലേക്ക് എത്തിക്കുന്നത്. പക്ഷെ അന്നത്തെ ഒരു സാഹചര്യം വെച്ച് സനോജി പറഞ്ഞ പോലെ അന്ന് ഈ സാങ്കേതിക വിദ്യകൾ അത്രയും വികസിച്ചിട്ടില്ലാത്തത് കൊണ്ട് സുകുമാരക്കുറുപ്പിന്റെ പോലും ഏതാണ്ട് 1-2 ചിത്രങ്ങൾ മാത്രമേ പൊതുമണ്ഡലത്തിൽ ഇപ്പോൾ ലഭ്യമായിട്ടുള്ളൂ. അതെ അതെ, അതെല്ലാം ഇതിനൊരു പക്ഷെ അത് AI ഉപയോഗിച്ച് നമുക്ക് വിവിധ രീതിയിലുള്ള ചിത്രങ്ങൾ ഉണ്ടാക്കിയെടുക്കാം. ഒരുപക്ഷെ 82 വയസ്സിൽ സുകുമാരക്കുറുപ്പ് എങ്ങനെ ഇരിക്കുമെന്ന് പോലും ഒരു 90% കൃത്യതയോടുകൂടി നമുക്ക് പ്രവചിക്കുവാൻ സാധിക്കും. അത്രയും ഒരു പോസിറ്റീവ് സൈഡ് ഈ അന്വേഷണത്തിനുണ്ട്. പക്ഷെ നെഗറ്റീവ് സൈഡുകളും ഒരുപാടാണ്. അതാണ് ഇവിടെ ചോദ്യ വിഷയമായി വരുന്നത്. എന്തായാലും മാവേലിക്കര പോലീസ് സ്റ്റേഷനിലെ ക്രൈം നമ്പർ 22/84 അത് LP ആയിരുന്നു ഇതുവരെ. എന്ന് വെച്ചാൽ ലോങ് പെൻഡിങ് കേസായിട്ടാണ് നിലനിന്നിരുന്നത്. ആ LP ഫയലാണ് വീണ്ടും പൊടി തട്ടിയെടുത്ത് കേരള പോലീസ് ഇപ്പോൾ അന്വേഷണത്തിന്റെ പാതയിലേക്ക് നയിക്കുന്നത്. അപ്പോൾ ഒരുപക്ഷെ ഇപ്പോഴത്തെ സാങ്കേതിക വിദ്യകൾ, AI അടക്കമുള്ള സാങ്കേതിക വിദ്യകൾ ഇതിന്റെ ഒരു അന്വേഷണത്തിന്റെ ഭാഗമായേക്കാം. AI ഒക്കെ ഉപയോഗിച്ച് ഒരുപക്ഷെ ഇന്ന് അദ്ദേഹത്തിന്റെ രൂപസാദൃശ്യം ഏത് രീതിയിൽ ഇരിക്കാം എന്നൊക്കെയുള്ള ഒരു അനുമാനത്തിലേക്ക് പോലീസിന് എത്തിച്ചേരാൻ വളരെ വേഗത്തിൽ കഴിയും. അന്ന് തന്നെ ഇദ്ദേഹം വേഷപ്രച്ഛന്നനായിട്ടാണ് നാട് കടന്നത്. പല രാജ്യങ്ങളിലും അദ്ദേഹം പല പേരുകളിൽ പല വേഷങ്ങളിൽ താമസിച്ചിരുന്നു എന്നൊക്കെ അക്കാലത്ത് തന്നെ വലിയ കിംവദന്തികൾ ഉണ്ടായിരുന്നു. പലരും പലയിടത്തും വെച്ച് ഇദ്ദേഹത്തെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ എങ്കിലും പോലീസിന് ഇദ്ദേഹത്തെ പിടികൂടാനോ ഇദ്ദേഹത്തിന്റെ മേൽ ചാർജ് ഷീറ്റ് തയ്യാറാക്കാനോ ഒന്നും തന്നെ സാധിച്ചിരുന്നില്ല. കാലം ഇത്രയും കഴിഞ്ഞതുകൊണ്ട് ഇദ്ദേഹം മരിച്ചോ എന്ന് പോലും പോലീസിന് ഇതുവരെയും സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇങ്ങനെ ഉള്ള ഒരു കേസിലേക്കാണ് വീണ്ടും സമഗ്രമായ ഒരു അന്വേഷണവുമായി രമേശ് ചെന്നിത്തല കേരള പോലീസിനെ തുറന്നുവിടുന്നതെന്ന് പറയുമ്പോൾ എന്ത് ധൈര്യത്തിലാണ്, അല്ലെങ്കിൽ എന്ത് മുന്നിൽ കണ്ടിട്ട് എന്നുള്ളത് ചോദ്യമാണ്. ഒരുപക്ഷെ ഇത് സഭയിലടക്കം ഇപ്പോൾ ബഡ്ജറ്റ് സഭ കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും അടുത്ത സഭ കൂടുമ്പോഴും ഇത് സജീവമാണെങ്കിൽ സഭയിലടക്കം ഉന്നയിക്കപ്പെടാവുന്ന ഒരു ചോദ്യമാണിത്. ആരെങ്കിലും ഉന്നയിക്കും. പക്ഷെ സുകുമാരക്കുറുപ്പ് എന്നും മലയാളിയെ ഒരു ത്രില്ലടിപ്പിച്ചിട്ടുള്ള കഥാപാത്രമായതുകൊണ്ട് അത്രത്തോളം വിമർശനം ഇതിന് നേരെ ഉയരുമോ എന്നുള്ളത് എനിക്കൊരു സംശയമുണ്ട്. പക്ഷെ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇനി കുറച്ചു കാലത്തേക്ക് നമ്മുടെ മലയാളത്തിലെ ന്യൂജൻ ത്രില്ലർ സിനിമകൾക്ക് കഞ്ഞി കുടിക്കാനുള്ള വകുപ്പായി. അത് മാത്രമല്ല, ഈ AI ഏതെങ്കിലും തരത്തിൽ സുകുമാരക്കുറുപ്പിന്റെ ഇപ്പോഴത്തെ രൂപസാദൃശ്യം എടുക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ടവരെ, ഇത് പണ്ട് കാലത്ത് സംഭവിച്ചിട്ടുണ്ട്. സുകുമാരക്കുറുപ്പുമായി രൂപസാദൃശ്യമുള്ള 30ഓളം പേരെയാണ് അന്ന് പോലീസ് പിടികൂടിയത്. ഒരുപക്ഷെ അതിലും കൂടുതൽ പേരെ ഇപ്പോൾ ചിലപ്പോൾ നിരീക്ഷണത്തിലാക്കാൻ. അങ്ങനെയുള്ള ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രസകരമായ കാര്യങ്ങൾ കൂടി ഇതിനകത്ത് കടന്നു വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും സുകുമാരക്കുറുപ്പ് 42 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും കേരളത്തെ സജീവമാക്കുകയാണ്, ചർച്ചകളിൽ സജീവമാവുകയാണ്, പിടികിട്ടാപ്പുള്ളി എന്നുള്ള രീതിയിൽ. അല്ല, ഈ രമേശ് ചെന്നിത്തലയ്ക്ക് ഇതിനകത്തുള്ള ഒരു പ്രത്യേക ഇൻട്രസ്റ്റ് വരും. കാര്യം അദ്ദേഹത്തിന്റെ ദേശത്ത് നടന്നൊരു സംഭവം കൂടിയാണ് അല്ലേ. ഹരിപ്പാട് ഓണാട്ടുകര എന്നാണ് ഈ പ്രദേശം മൊത്തം അറിയപ്പെടുന്നത്. ഹരിപ്പാട്, മാവേലിക്കര, ഈ ഒരു പ്രദേശം ഒന്നാകെ നമ്മുടെ കേരളത്തിന്റെ പഴയ ഓണാട്ടുകര പ്രദേശമാണ്. ഈ ഓണാട്ടുകര പ്രദേശത്താണ് ഇത്തരത്തിൽ വലിയ ഒരു ക്രൈം ഈ 40 വർഷങ്ങൾക്ക് മുമ്പ് നടക്കുന്നത്. 42 വർഷങ്ങൾക്ക് മുമ്പ് 1984 ആ ഒരു ക്രൈമിലേക്ക് വീണ്ടും അതൊരു നിയോഗമാകാം, അദ്ദേഹത്തിന്റെ രമേശ് ചെന്നിത്തലയുടെ ഒരു നിയോഗമാകാം. ഒരുപക്ഷെ ഇത് അന്വേഷിച്ച് കണ്ടെത്തുക, ഫയൽ ക്ലോസ് ചെയ്യുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ നിയോഗമാണ്. എന്തായാലും ഈ ഒരു പ്രാവശ്യം, ഈ ഒരു ടേമിൽ ഇതിന് ഒരു ഉത്തരമുണ്ടാകും. ഒന്നുകിൽ സുകുമാരക്കുറുപ്പ് ഏതെങ്കിലും രീതിയിൽ പിടിക്കപ്പെടും, ഇല്ലെങ്കിൽ ഇയാൾ മരിച്ചു എന്നുള്ള ഒരു കൺക്ലൂഷനിലേക്കെങ്കിലും പോലീസ് എത്തിച്ചേരും. അതല്ലെങ്കിൽ ഇദ്ദേഹത്തെ ഇനി ഒരിക്കലും പിടികൂടാൻ പറ്റില്ല എന്നുള്ള മറ്റൊരു കൺക്ലൂഷനെങ്കിലും ഇതിലുണ്ടായേക്കാം. എന്തായാലും ഇതുവരെ ഒരു അർത്ഥവിരാമത്തിൽ അവസാനിച്ചിരുന്ന കേസാണിത്. അപ്പൊ ഇതിനൊരു പൂർണ്ണവിരാമം ഉണ്ടാകും എന്നുള്ള ഒരു അനുമാനം നമുക്കുമുണ്ട്. ഇതിനൊരു 0.5% ഒരു വിജയം എവിടെയെങ്കിലും നേടിക്കഴിഞ്ഞാൽ ഇത്തരം അടഞ്ഞു കിടക്കുന്ന അല്ലെങ്കിൽ തെളിയിക്കാതെ കിടക്കുന്ന നിരവധി കേസുകൾ വീണ്ടും കേസ് ഫയലുകൾ വീണ്ടും തുറക്കപ്പെടുവാൻ ഒരുപക്ഷെ ഇത് പ്രചോദനമാവുകയും ചെയ്തു. മാത്രമല്ല, ഇത് അതീവ രഹസ്യമായി ആയിട്ടാണ് ക്രൈംബ്രാഞ്ച് ഇതിന്റെ അന്വേഷണം കൊണ്ടുപോകുന്നത്. പക്ഷേ ഇത് മാധ്യമങ്ങളിലൂടെ വാർത്തയായിട്ടൊന്നും വരാൻ പോകുന്നില്ല. ഇത് ഏതോ ഒരു ഘട്ടത്തിൽ ഇതിന്റെ അന്വേഷണം റീ ഓപ്പൺ ചെയ്യുന്നു എന്നുള്ള കാര്യം മാത്രമാണ് ഇപ്പോൾ വാർത്തയായി പുറത്തു വന്നിരിക്കുന്നത്. ഇത് അന്വേഷണം തുടങ്ങി ഇനി മുന്നോട്ട് പോയോന്നും അറിയില്ല. അപ്പൊ എന്തായാലും കാരണം അവസാനമായിട്ട് നമുക്കറിയാൻ കഴിയുന്ന രത്നമ്മയുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്തി എന്നുള്ളത് മാത്രമാണ്. അവിടെ പുറത്തേക്ക് അവർ വിടുന്ന വിവരങ്ങൾ അവസാനിക്കുന്നു. അപ്പോൾ അല്ല, ഈ 40 വർഷം കൊണ്ട് കേരള പോലീസും ഒരുപാട് മാറിയിട്ടുണ്ട് അല്ലെ. നമ്മളെ പഴയ കാക്കി പോലീസ് അല്ല, ആ പോലീസൊക്കെ മാറി. ഇപ്പോ പോലീസിനും മറ്റു രൂപഭാവങ്ങൾ സംഭവിച്ചിരിക്കുന്നു. സാങ്കേതിക വിദ്യയുടെ അടിസ്ഥാനത്തിലാണ് ഓരോ കേസും തെളിയിക്കപ്പെടുന്നത്. പിന്നെ ഈ പറയുന്നത് പോലെ
മൊബൈലിന്റെ ഒന്നും കാലഘട്ടത്തിലായിരുന്നില്ല. എങ്കിൽ മൊബൈൽ ടവറൊക്കെ ലൊക്കേറ്റ് ചെയ്ത് അന്നും ഒരുപക്ഷെ ജോർജ് കുട്ടിയേക്കാൾ കേരളം കണ്ട ക്ലാസിക് ക്രിമിനലാണ് ദൃശ്യം സിനിമയിലെ ജോർജ് കുട്ടി എന്ന് പറയുന്നെങ്കിൽ കേരളം യഥാർത്ഥത്തിൽ കണ്ട ക്ലാസിക് ക്രിമിനൽ സുകുമാരക്കുറുപ്പാണ്. കാരണം ആ സനോജ് തന്നെ പറഞ്ഞതുപോലെ അതിന്റെ പിന്നിലുള്ള ഒരു ആസൂത്രണം, ദിവസങ്ങളോളം നീണ്ട ഒരു നിരീക്ഷണം, തയ്യാറെടുപ്പ് പാളിപ്പോയി, അത് ശരിയാണ്. പക്ഷെ അക്കാലത്ത് അത്രയും നടത്തണമെങ്കിൽ എത്രത്തോളം ക്രിമിനൽ ബുദ്ധി ആ മനസ്സിലുണ്ടായിരിക്കണമെന്നുള്ളത് വളരെ വ്യക്തമാണ്. അപ്പോൾ അതിൻ്റെ ഒരു രസകരമായിട്ടുള്ള കാര്യം എന്തായാലും പഴയ പിടികിട്ടാപ്പുള്ളിയും പുതിയ പോലീസും തമ്മിൽ ഏറ്റുമുട്ടാൻ പോവുകയാണ്, മാറ്റുരയ്ക്കുവാൻ പോവുകയാണ്. അപ്പോൾ എന്താകുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അല്ല, അത് ഈ പറഞ്ഞതുപോലെ കേരള പോലീസിന്റെ ഒരു വലിയ പേര്, അവർക്ക് ഒരു സൽപ്പേര് നിലനിർത്താനാവും. അതിനപ്പുറം രമേശ് ചെന്നിത്തല എന്ന ആഭ്യന്തരമന്ത്രിയുടെ ഒരു കഴിവ് തെളിയിക്കാൻ കൂടിയുള്ള ഒരു അവസരമാണ്. തീർച്ചയായിട്ടും എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് ആളെ പിടികിട്ടുകയോ മരിച്ചു എന്ന് തിരികെയോ ഒരുപക്ഷെ ലോക രാജ്യങ്ങൾ തന്നെ ഈ ഒരു അന്വേഷണം ചർച്ച ചെയ്തേക്കാം. കാരണം ഇത്രയും കാലം കഴിഞ്ഞൊരാളെ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ, പ്രത്യേകിച്ച് ഈ സാങ്കേതിക വിദ്യകൾ പരസ്പരം കൈമാറുന്ന ഒരു കാലമാണ് രാജ്യങ്ങൾ. ഇപ്പോൾ തന്നെ ഇന്തോനേഷ്യക്ക് EVM നമ്മൾ നിർമ്മിച്ചു കൊടുക്കാനുള്ള സഹായം ചെയ്തു. അത്തരത്തിലുള്ളൊരു സഹായ സഹകരണം ലോകം ചെറുതായിക്കൊണ്ടിരിക്കുമ്പോൾ തോന്നിയാൽ ഈ രക്തപരിശോധന അല്ലെങ്കിൽ DNA പരിശോധന ഉൾപ്പെടെ നടത്തി കൃത്യമായി ഫോറൻസിക് പരിശോധനയിലൂടെ പോലും പ്രതികളെ എത്തിച്ചേരാൻ കഴിയുന്ന സാങ്കേതിക വിദ്യയുള്ള കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കൃത്യമായി പരിശോധിച്ച് അതിലേക്ക് എത്താൻ പോലീസിന് ഇന്ന് കേരള പോലീസിന് കഴിവുണ്ട്. എന്തായാലും അങ്ങനെ കഴിയട്ടെ. കേരള പോലീസിന് അങ്ങനെയുള്ള ഒട്ടനവധി നേട്ടങ്ങളുണ്ട്. നമ്മൾ ഈ ജംഗ്ഷനിൽ നിന്ന് ഹെൽമെറ്റിന് പെട്ടിയടിക്കുന്ന പോലീസിനെ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇതാണ് കേരള പോലീസ് എന്നുള്ളതാണ് പലരുടെയും ധാരണ. പക്ഷെ ഇതല്ല കേരള പോലീസ്. പലപ്പോഴും അതിനുള്ള ഒരു അവസരം അവർക്ക് തുറന്നു കൊടുക്കുന്നില്ല എന്നുള്ളത് മാത്രം. ഇവിടെ മന്ത്രിമാർക്ക് എസ്കോർട്ട് പോകാനും അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ കടക്ക് പുറത്തെന്ന് പറയുമ്പോൾ മാധ്യമപ്രവർത്തകരെ പുറന്തള്ളാനും ഒക്കെയാണ് പോലീസിനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ സാധാരണ ജനങ്ങൾക്ക് പോലീസിനെ അറിയാന്നുള്ളത് ഈ വളവിലും തിരിവിലും നിന്ന് പെറ്റിയടിക്കുന്ന പോലീസിനെ. ഇതിനപ്പുറം പോലീസ് കേരള പോലീസിങ് ഈ പറഞ്ഞ സ്കോട്ട്ലാൻഡിലൊക്കെ പോയി അവിടെയൊക്കെ പോയി വലിയ പരിശീലനം കിട്ടിയ ടീമുകളൊക്കെ തന്നെയാണ് നമ്മുടെ കേരള പോലീസും. അപ്പൊ അതുകൊണ്ട് തന്നെ അവരെ അങ്ങനെ നമ്മൾ വില കുറച്ച് കാണേണ്ടതായിട്ടില്ല. അവർക്ക് എല്ലാ കാപ്പബിലിറ്റീസും ഉണ്ട്. ഇവിടുന്ന് കേരളത്തിൽ നിന്ന് ഈ സ്ക്വാഡുകൾ, ഇപ്പോ ഇടയ്ക്ക് കണ്ണൂർ സ്ക്വാഡ് എന്ന് പറഞ്ഞ സിനിമ വന്നിരുന്നു. അതുപോലെ നിരവധി സ്ക്വാഡുകൾ കേന്ദ്രീകരിച്ച് പല സംസ്ഥാനങ്ങളിലും പോയി നിരവധി കുറ്റവാളികളെ സാഹസികമായി കേരളത്തിലേക്ക് കൊണ്ടുവന്ന ചരിത്രമൊക്കെ ഉണ്ട്. ഇപ്പൊ ഈ ബാങ്ക് തട്ടിപ്പ് വ്യാപകമാണ് ഇവിടെ, സൈബർ തട്ടിപ്പ്, ഈ എന്തോ പറയുന്നത് ലോൺ ആപ്പിലൊക്കെ പെട്ട് ഒരുപാട് പേർക്ക് ആത്മഹത്യ ചെയ്യുന്ന ഉൾപ്പെടെയുള്ളത് കേരളത്തിൽ നടക്കുന്നുണ്ട്. ഇപ്പൊ ഇതിലൊക്കെയുള്ള പ്രതികളെ പല ഹരിയാനയിലെ ഗുർഗാവൻ ഉൾപ്പെടെയുള്ള ജില്ലകളിൽ ചെന്ന് അവിടെ നിന്ന് പ്രതികളെ പൊക്കിക്കൊണ്ടുവരുന്ന കേസുകളൊക്കെ ഉണ്ട്. അപ്പോൾ മിടുക്കന്മാർ തന്നെയാണ് നമ്മളെ കേരള പോലീസ്. അവരെ വില കുറച്ച് കാണേണ്ട യാതൊരു കാര്യവുമില്ല. അപ്പോൾ ഇത് അവർക്ക് കിട്ടിയ ശരിക്കും പറഞ്ഞ ഒരു ചലഞ്ചാണ് പോലീസിന്, ഒരു അവസരം കൂടിയാണ് അവർക്ക് അവരുടെ ഈ കഴിവ് തെളിയിക്കാൻ. അത് നല്ല രീതിയിൽ ഈ പറഞ്ഞതുപോലെ സാങ്കേതിക വിദ്യയുടെ അടിസ്ഥാനത്തിൽ അവർക്ക് തെളിയിക്കാൻ കഴിയുമെങ്കിൽ അത് ഒരു വലിയ നേട്ടം തന്നെയാകും കേരള പോലീസിന് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സുകുമാരക്കുറുപ്പിനെ പിടിച്ചു കഴിഞ്ഞാൽ ഫേസ്ബുക്ക് പേജ് എന്തായാലും ഒരു 1-2 മില്യൺ സബ്സ്ക്രൈബേഴ്സ് കൂടുതലുണ്ടാവും കേരള പോലീസിനെ സംബന്ധിച്ച്, അത് ഉറപ്പാണ്. അപ്പോൾ എന്തായാലും അതിൻ്റെ വികസനം എങ്ങനെയെന്നുള്ളത് വരും ദിവസങ്ങൾ കാത്തിരുന്ന് കാണാം. വികസനം വരുന്നതനുസരിച്ച് നമുക്ക് ഈ കേസിൻ്റെ വികാസം ഉണ്ടാകുന്നതിനനുസരിച്ച് ചർച്ചകൾ വീണ്ടും നടത്താം സനോജി. അപ്പോൾ എന്തായാലും നന്ദി സനോജി, നമസ്കാരം. നമസ്തേ.